ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ബസ് കയറിയിട്ടോ. ഇതൊക്കെ ഞങ്ങളപ്പോൾ വന്ന ചേച്ചിമാരാണ്. ഞങ്ങൾ പിന്നെ ബസ്സിറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ കയറിയപ്പോൾ കുറേ ആൾക്കാരെ കുത്തിരിക്കുകയാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സെറ്റായിരുന്നു. അങ്ങനെ കുത്തിത്തിരിക്കി ഞങ്ങൾ കുതിരവണ്ടി ചടി എങ്ങനെയായിട്ട് പോയി. എങ്ങനെയൊക്കെയോ പോയി. പിന്നെ പോണ വഴിക്കൊരു നല്ലൊരു പുഴ കണ്ടിട്ടോ. അധികം വെള്ളമൊന്നുമില്ലെങ്കിലും നല്ല രസമുണ്ടെങ്കിൽ പുഴ കാണാം. ഈ ഒടായിക്കൽ ബ്രിഡ്ജാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ കൂടെയാണ് നമ്മൾ പോകുക. ആ പുഴ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെള്ളം അധികമില്ലെങ്കിലും അങ്ങനെ ഒടായിക്കൽ ബ്രിഡ്ജുമ്മ കൂടെ പോകാൻ കേട്ടോ. പിന്നെ അപ്പം ഞങ്ങൾ സ്ഥലത്തെത്തി. എവിടെയെന്ന് അറിയണ്ടേ, പാർക്കാണ് കേട്ടോ. റിവർലാൻഡ് എന്ന പാർക്കിൻ്റെ പേര്. ഷിഫ് ഫെസ്റ്റിവലൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒപ്പാണ് വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് കേട്ടോ അവിടെ ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ പോയി. ബോട്ട് ഉണ്ടായിരുന്നു, ഒരു പൂളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിങ്ങനെ കണ്ടിങ്ങനെ പോവുകയാണ്. സിയമൊക്കെ ഇതിലൊക്കെ കയറാൻ സിയമോൾ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ സോനും സിയും കണ്ടുടനെ ഊഞ്ഞാല കണ്ടുടനെ രണ്ടാളും നിന്ന് ആട്ടം തന്നെ. പിന്നെ അജും സോനും സോയിലും കയറി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കാണാൻ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് എല്ലാം ചുറ്റിക്കറങ്ങുമ്പോൾ സിയമോളും ഉപ്പ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് വീണ്ടും എടുത്തു. അങ്ങനെ ആദ്യം ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു മീനെയാണ് കണ്ടത്. പിന്നെ ഇവിടെ ഒരു യമു, അതിനെ കണ്ടപ്പോൾ പേടിച്ചിട്ടോ. പിന്നെ ഒരു പാമ്പ് അണ്ണന്മാർ, കോഴികൾ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടേനി. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. പിന്നെ അപ്പാൻ്റെ എന്നത്തോ ഒരാഗ്രഹമാണ് ഒരു പാമ്പിനെ ഇങ്ങനെ കഴുത്തിലൊക്കെ വെക്കണമെന്ന്. പേടിയൊക്കെ ഉണ്ടെങ്കിലും പുറത്താൾ ചിരിച്ചങ്ങനെ നിന്നിട്ടോ. ഇത് ഞങ്ങളപ്പോൾ വന്നൊരു ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ആദ്യം വല്ല ധൈര്യത്തിലാണെങ്കിലും പിന്നീട് കൂക്കി ആർത്തു കേട്ടോ. അതിന് പല്ലൊന്നുമില്ല, കടിച്ചാൽ വിഷമൊന്നും കയറത്തൊന്നുമില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ കിളീനെ നോക്കാൻ പോയി. ഞാനും ഉമ്മച്ചയുടെ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞങ്ങൾക്ക് പേടിയാണ്, ഒന്നിനും തൊടാൻ വയ്യ. അപ്പോഴാണ് 2 എലിക്കുട്ടന്മാർ തല്ലൂടിന് കണ്ടു കേട്ടോ. കുഞ്ഞെലികളൊക്കെ ഉണ്ട് അവിടെ. കുറേ എണ്ണ ഉറങ്ങാണ് കേട്ടോ. കുറേ എണ്ണ ആയിക്കോട്ടെ ചാടി കളിച്ചു. പിന്നെ ഞങ്ങൾ തീറ്റ കൊടുക്കാൻ വേണ്ടി കയറി. വലിയ ആളായി കയറി. കിളിയാളൊന്നും വന്നിരുന്നിട്ടൊന്നുമില്ല. അമ്മമാരുടെ കയ്യിൽ വന്നിരുന്നു. ഷിഫ് ഫസ്റ്റ് വ്ളോഗിന് എൻ്റെ ഒന്നും കയ്യിൽ വന്ന് ആരും ഇരിക്കണില്ല. ഞങ്ങൾ അതിനെങ്ങനെ ഇതാക്കി. പിന്നെ എല്ലാത്തിനും പേടിയായപ്പോൾ ഞാൻ മീനെ തൊടാലോ, മീനെ പേടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മീനിനെ തൊടാൻ കയറി. അപ്പം എൻ്റെ ഉമ്മച്ചിൻ്റെ അമ്മേനെ ഇട്ടത്. ഉമ്മച്ചിൻ്റെ അമ്മ ഒരു മുള്ളമ്പന്നിനെ എടുത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഞാനപ്പുറത്ത് കണ്ടോ നോക്കി ഇങ്ങനെ ഇരിക്കും. എനിക്ക് പേടിയാണ് കേട്ടോ ഗൈസ്. ഇത് ഉമ്മച്ചിൻ്റെ താത്താൻ്റെ കുട്ടിയാണ്. ഓളും മുള്ളമ്പന്നിനെടുത്തു. ഇപ്പം 2 കിളീനെയൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇപ്പൊപ്പാക്ക് അധികം പേടിയൊന്നുമില്ല. ഇപ്പം എല്ലാതും എടുത്ത് നോക്കി. പിന്നെ എല്ലാവരും എലീനെ കയ്യിൽ വെക്കാൻ കേട്ടോ. അങ്ങനെ എലീനെ കയ്യിൽ എടുത്തപ്പോൾ അവളെടുത്തപ്പോൾ അജുവിന് എടുക്കാനൊരു മോഹം. അജു എടുത്തപ്പോൾ എൻ്റെ അനിയനും എടുക്കണം. അപ്പോൾ ഓൻ കൈ നീട്ടി. പക്ഷെ അവൻ്റെ കൈക്ക് വെച്ചെടുക്കാൻ നിന്നപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഓൻ കൈ വലിച്ചിട്ടോ. അപ്പോഴാണ് അജുവിനൊരു പണി കിട്ടി. എലിയൊരു സർപ്രൈസ് എടുത്തു. എലി അതിൻ്റെ സാധനം അവിടെ ഇട്ട് പോയി. അതുകൊണ്ടാണ് കേട്ടോ സോനി ഇവിടെ ഇരുന്ന് ചിരിച്ചിനെ. എലി അപ്പിട്ടുപോയി. അപ്പോൾ അങ്ങനെ സിയമോളി യമൂനി നോക്കി ഇങ്ങനെ നിൽക്കുക. ഞങ്ങളെന്തൊക്കെ കാട്ടണേ അതവിടെ നോക്കുന്നു. പിന്നെ ഞങ്ങൾ തീറ്റ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ നിറയെ മീൻ കൈ വരും. ഐഷൊക്കെ അവിടെ ഇങ്ങനെ നോക്കിക്കാണ്. ഞാനും എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു പൂന്തോട്ടത്തൊക്കെ പോയി. അവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. 2 അമ്മമാരും ഉപ്പപ്പാരും ഞാനും എന്നിട്ടാണ് നിൽക്കണത്. പിന്നെ സിയമോൾ അതിൽ കയറണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കയറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതിലൊന്നും കയറാനായിട്ടില്ല. കുറച്ചുകൊണ്ട് കയറാം. പിന്നെ എൻ്റെ അനിയൻ ഡ്രസ്സൊക്കെ മാറി പൂളിൽ ചാടാൻ വേണ്ടി പോകാൻ കേട്ടോ. ഞാൻ കയറിയില്ല കേട്ടോ. അങ്ങനെ അവനും അജുവും അതിൽ കയറി.
അവൻ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു. അധികം ആയൊന്നുമില്ലേ, അതുകൊണ്ട് പേടിയൊന്നുമില്ല. ആയല്ലേ ഇതൊക്കെ ആണെങ്കിൽ ഇപ്പം മുങ്ങിച്ചെത്തക്കും അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളങ്ങനെ ഓനതിലിങ്ങനെ ഇതാക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് കൂടെയൊക്കെ പോയി വന്നിട്ടോ. പിന്നെ രണ്ടാമത്തേലും ഓൽക്ക് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങളെന്താട്ടി ഈ വലിയ ആളെ മാതിരി തോണിയിലൊക്കെ കയറി. തോണി കയറിയപ്പോൾ അധികം പേടിയൊന്നുമില്ല. ഇനി അങ്ങനെ ടാറ്റൊക്കെ കൊടുത്ത് തോണിയിടാൻ വയ്ക്കും. ചെറുതല്ലെന്നൊക്കെ വിചാരിച്ച് വലിയ ആളെ പോലെ ഇരുന്നത്. ചെറുതല്ലേ, അധികം പേടിയൊന്നുമില്ലല്ലോ. പക്ഷെ ചെറുതാണ് പറഞ്ഞാലും നല്ല ഉയരത്ത് പോകണിട്ട് കേട്ടോ. കൂക്കി കൂക്കി തൊണ്ട പറ്റിയെങ്കിലും നല്ല രസമാണ് ഇനി ആടാൻ. അങ്ങനെ ഇരുന്ന് പൊന്തുണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമതാടിയപ്പോൾ അധികം പേടിയൊന്നൊക്കെ മാറി. എന്നാലും നല്ല പേടി ഉണ്ടായിരുന്നു. കൂക്കി 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 ഒരു വയ്യായിരുന്നു. എല്ലാവരും ഞങ്ങളെ നോക്കുക ഗൈസ്. തോണിയൊക്കെ ആടി ഇങ്ങനെ വന്നപ്പോൾ ഒരാൾ ഐസ് നസിയമോള്. നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ അമ്മച്ചിനെ കണ്ടിട്ടില്ലല്ലോ. അമ്മച്ചിനെ കാണാതെ ആ വീഡിയോ എടുക്കാട്ടോ. ഇതാണ് എൻ്റെ അമ്മച്ചി. അമ്മച്ചി കണ്ട ഉടനെ ഹായും പറഞ്ഞു. പിന്നെ ഇപ്പപ്പി ഇമ്മമ്മി അവിടെ ഇരുന്നാണ്ട് പൈനാപ്പിൾ തിന്നാണ് കേട്ടോ. പിന്നെ ഇമ്മച്ചി ഫസ്റ്റാത്തേയും കൂടി തോണി കയറി. ഇമ്മച്ചിക്ക് ഇതൊക്കെ ശീലമായതുകൊണ്ട് ഇമ്മച്ചിക്ക് അധികം പേടിയൊന്നുമില്ല ഇനി കേട്ടോ. പക്ഷെ ഫസ്റ്റാത്ത ഇതിലൊന്നും കയറൂല, ഭയങ്കര പേടി കേട്ടോ. എന്നിട്ട് ഫസ്റ്റാത്ത ആടിയതു ഫസ്റ്റാത്ത കൂക്കിട്ടോ. പിന്നെ ഞാനും സിയമോളും ട്രെയിനിൽ ഇങ്ങനെ പോവാൻ കേട്ടോ. സിയമോളെ പിടിച്ച് ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും ട്രെയിനിൽ കയറി. എനിക്ക് ട്രെയിനിൽ കയറാൻ അധികം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കയറി. സിയമോൾ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവയിൽ ഞങ്ങളിത് കയറിയിട്ട് ഇവിടെ പൂളിൽ തന്നെ രാത്രി ആയാലും പൂളിൽ തന്നെ കളിക്കുക. പിന്നെ താറാവിൻ്റെ മുകളിലിരുന്ന് കറങ്ങി. അപ്പോൾ വന്നപ്പോഴാണ് സോനു ഇവിടെ ബോട്ടിൽ ഇങ്ങനെ കളിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ സിയമോൾ ഒരു സ്ലൈഡിൽ കയറി. ആക്ക് പേടിൻ്റെയിലും വെള്ളമായിട്ട് കയറി കേട്ടോ. പിന്നെ സിയമോക്ക് അധികം അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ സിയമോക്ക് പേടിയില്ലാതെ എല്ലാത്തിലും കയറാൻ തുടങ്ങി. അങ്ങനെ ഓള് ആ മഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ അടിയിൽ നിൽക്കും കേട്ടോ. അടിയിൽ നിന്നങ്ങാണ്ട് ഉമ്മമ്മ ഓളെ പിടിച്ചാൽ മണി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അവിടെ ഞാൻ അടിയിൽ നിൽക്കും, ഓള് വരുന്ന ഭാഗം ഞാനും പിടിച്ചു. അങ്ങനെ ഓൾ അവിടുന്ന് വന്നു. അപ്പം ഞാൻ അവിടുന്ന് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ പിടിച്ചു. പിന്നെ മിക്കി മൗസ് കയറാൻ നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഞാനും ഐഷും മുകൾക്ക് കയറി പോവുകയാണ്. സിയമോൾ അടിയിലാണ് നിന്ന് ഓള് കടന്ന്. പിന്നെ ഞങ്ങൾ ആ ചാടുന്ന സാധനത്തിൽ കയറി. അതിലാണെങ്കിലോ സിയമോൾ കടന്ന് തന്നെ. പിന്നെയും ആ സ്ലൈഡുമെന്നൊന്നും ഓള് വരണേ അല്ല. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഐസ്ക്രീം തിന്നാനായിട്ട് ഐസ്ക്രീം വാങ്ങിട്ടോ. അങ്ങനെ ഞാനും എൻ്റെ അനിയനും ഐസ്ക്രീം തിന്നേനി. വാനിലയാണ് കേട്ടോ ഫ്ലേവർ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. എൻ്റെ വീഡിയോ നല്ലോണം കാണണം, കമൻറ്റ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ ബൈ.